പ്രിയപ്പെട്ട ബികോം വിദ്യാർത്ഥികളെ, ഇൻകം ടാക്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ മോഡ്യൂളായ ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റിനെ പറ്റിയിട്ടായിരുന്നു. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഇൻകം ടാക്സ് എന്നും അതുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു പോയത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, എങ്ങനെയാണ് ഇൻഡിവിജ്വലിൻ്റെയും കമ്പനിയുടെയും ഫേമിൻ്റെയും HUF-ൻ്റെയും ഒക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണണമെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഒരാളുടെ ടാക്സ് ലയബിലിറ്റി അളക്കാറുള്ളത്, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടീഷനുകളെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന് ബേസിക് കണ്ടീഷനും മറ്റൊന്ന് അഡീഷണൽ കണ്ടീഷനും അല്ലെ. ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് എന്താണ്? ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഇൻ ദാറ്റ് പ്രീവിയസ് ഇയർ 182 ഡേയ്സ് ഓർ മോർ അല്ലെ. 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നതാണ് ഒരു ബേസിക് കണ്ടീഷൻ പറയുന്നത്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നത് എന്താണ്? 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പറയുന്നത്. ദെൻ അതല്ലെങ്കിൽ മറ്റൊരെണ്ണം കൂടെ നോക്കാം. ബേസിക് കണ്ടീഷൻ അഥവാ ആ പ്രീവിയസ് ഇയറിൽ, നമ്മുടെ പ്രീവിയസ് ഇയറിൽ അയാള് എത്ര ദിവസം? 60 ഡേയ്സും തൊട്ടു മുമ്പിലെ 4 വർഷങ്ങളിലായി 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക. ഇതായിരുന്നു രണ്ട് ബേസിക് കണ്ടീഷൻ ഉണ്ടായിരുന്നത്. ദെൻ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണമാണ്. ഒന്ന് 7 വർഷത്തിൽ 730 ദിവസമോ അഥവാ പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 7 വർഷത്തിൽ 730 ദിവസമോ, അതല്ല ദെൻ 10 വർഷത്തിൽ പ്രീവിയസിന് തൊട്ടു മുമ്പിലുള്ള 10 വർഷത്തിൽ 2 വർഷമോ ഇന്ത്യയിൽ ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനുള്ള കണ്ടീഷനുകൾ. ബേസിക് കണ്ടീഷൻ ഞാൻ പറഞ്ഞു, 182 ദിവസം പ്രീവിയസ് ഇയർ ഉണ്ടാവുക. ദെൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലെ 4 വർഷങ്ങളിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക. ഇതായിരുന്നു രണ്ട് ബേസിക് കണ്ടീഷനുകൾ ഉണ്ടായിരുന്നത്. ദെൻ അഡീഷണൽ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ്? പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 10 വർഷങ്ങളിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടാവുക. ദെൻ പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. ഇനി ഇൻഡിവിജ്വലിന്റെ കേസിൽ എങ്ങനെയാണ് റെസിഡന്റ് ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു ബേസിക് കണ്ടീഷനും പക്ഷേ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവരെ പറയുന്ന പേരാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളെ പറയുന്ന പേരാണ് എന്ത്? നോൺ റെസിഡന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നതാണ് ഞാൻ ഈ പാർട്ടിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഒന്ന് റിവൈൻഡ് ചെയ്തതാണ്. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ അല്ലയോ എന്ന് പഠിക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ പ്രോബ്ലം ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. X, a British national,
comes to India for the first time during 2015-16. During the financial year 2015-16, 16-17, 17-18, 18-19 and 19-20. He was in India for 55 days, 60 days, 80 days, 160 days and 70 days respectively. Determine his residential status for the assessment year 2020 and 21. നോക്കൂ, എക്സ് ഒരു ബ്രിട്ടീഷുകാരനാണ്. അയാൾ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നത് 2015-16 15-16 വന്നു. ദെൻ അയാൾ 15-16 55 ദിവസം ഇവിടെ നിന്നു. 16-17 കാലഘട്ടത്തിൽ 60 ദിവസം നിന്നു. 17-18 80 ദിവസം. 18-19 160 ദിവസം. ദെൻ 19-20 70 ദിവസം. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് കണക്കാക്കാം. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ മാസത്തിൽ എത്ര ദിവസം ഉണ്ട് എന്നത് അറിയണം. എങ്ങനെ അറിയാലോ? ജനുവരിയിൽ എത്ര ദിവസമാണ്, ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്, മാർച്ചിൽ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ എല്ലാത്തിനകത്തും എത്ര ദിവസങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, അത് നോട്ടിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരിയിൽ 28, ലീപ്പ് ഇയർ ആണെങ്കിൽ 29, ദെൻ മാർച്ച് 31, ഏപ്രിൽ 30 ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു 2019-20, അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ. 2019-20 ഇയാൾ എത്ര ദിവസം ഉണ്ടായിട്ടുള്ളത്? 70 ദിവസമാണ്. നമ്മൾ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ പറഞ്ഞു എന്താണ്? ഇയാള് 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ഇവിടെ 70 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എങ്ങനെയാലും ക്ലിയർ അല്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കണം. 60 ദിവസം പ്രീവിയസ് ഇയറിൽ, അതിവിടെ ഉണ്ടല്ലോ 70 ദിവസം ഉണ്ട് അല്ലേ. അപ്പൊ പ്രീവിയസ് ഇയറിൽ 60 എന്നുള്ളത് ഓക്കെ. അത് മാത്രം പോരാ, തൊട്ടു മുമ്പിലെ 4 വർഷങ്ങൾ, ആ 4 വർഷങ്ങളിലെല്ലാം കൂടെ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് നോക്കാം നമുക്ക്. നോക്കൂ, അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 ഇയേഴ്സിൽ അയാൾ എവിടെയാണ്, എങ്ങനെയാണ്? 55 ദിവസം 14-15, 60 ദിവസം 15-16, 16-17 80, 17-18 160. ഓക്കെ, സോറി 15-16 നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കിട്ടുക? 355 ദിവസമാണ് കിട്ടുക അല്ലെ. 55-ഉം 60-ഉം 80-ഉം 160-ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 355. എത്ര വേണം? 365 വേണം. വേണ്ടേ? 365 വേണ്ട 4 വർഷങ്ങളിൽ. ഇത് കിട്ടോ? ഇല്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻ രണ്ടും ക്ലിയർ അല്ല. ബേസിക് ക്ലിയർ അല്ല എങ്കിൽ പിന്നെ അഡീഷണലെ പറ്റി ആലോചിക്കണോ? വേണ്ട. അയാൾ എന്താണ്? ഇന്ത്യക്കാരനല്ല, നോൺ റെസിഡന്റ് ആണ് അല്ലെ. നോൺ റെസിഡന്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കൂ. മിസ് പാൽ, an Indian citizen, left India for first time on 1st April 2019 for joining job in Tokyo. ടോക്കിയോയിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 2019 ഏപ്രിൽ 1 പോയതാണ്. Came to India on 11th October 2019 for only 190 days. ഒക്ടോബർ 11 അയാൾ തിരിച്ചു വന്നു. 190 ദിവസമാണ് അവിടെ ഉണ്ടായത്. മീൻസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 190 ദിവസം. ഒക്ടോബർ 11 വന്നിട്ട് 190 ദിവസം. 190 കണ്ട ഉടനെ 182 ഡേയ്സ് ആയല്ലോ എന്ന് കരുതണ്ട. ഒക്ടോബർ 11 അയാൾ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. ഒക്ടോബർ 11 മുതൽ 190 ദിവസം എന്ന് പറഞ്ഞാല് നമുക്ക് ഏതുവരെ നോക്കാൻ പറ്റുള്ളൂ? ഏതുവരെയാണ്? 2020 മാർച്ച് 31 വരെ നമുക്ക് സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ ഇത്? നമ്മുടെ പ്രീവിയസ് ഇയർ അവസാനിച്ചു അല്ലെ. പ്രീവിയസ് ഇയറിലാണ് 182 ദിവസം വേണ്ടത്. അപ്പൊ നോക്കൂ, ഇയാള് 2019-20 ഏപ്രിൽ 1 ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഏപ്രിൽ 1 ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ, ആ 1 ഇവിടെ എഴുതുന്നു. പിന്നെ ഒക്ടോബറിൽ 11 തിരിച്ചു വന്നു. ഒക്ടോബറിൽ ബാക്കിയുള്ള എത്ര ദിവസം? 21 ദിവസം. നവംബറിൽ 30 ദിവസം, ഡിസംബർ 31, ജനുവരിയിൽ 31, ഫെബ്രുവരി 28, മാർച്ച് 31, 173 ദിവസം അല്ലെ. 173 ദിവസമാണ് ഉണ്ടായിട്ടുള്ളൂ. എത്ര ദിവസം വേണം നമുക്ക്? 182 ഡേയ്സ് വേണം അല്ലെ. 182 ദിവസം വേണം. നമ്മളിവിടെ മാർച്ചോട് കൂടി അവസാനിച്ചു, അഥവാ 2020 മാർച്ചോട് കൂടി അവസാനിച്ചു. ഇനി ഏപ്രിൽ അയാൾ ഇവിടെ ഉണ്ടായിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാർച്ചോട് കൂടി അവസാനിച്ചു. ഏപ്രിൽ അയാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് 190 ദിവസം കഴിക്കുന്നത്. പക്ഷെ
നമുക്ക് മാർച്ചോട് കൂടി അവസാനിച്ചു. 173 ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആ 173 ദിവസമായതുകൊണ്ട് 182 days അയാൾ കവർ ആയിട്ടില്ല. ഫസ്റ്റത്തെ കണ്ടീഷൻ അയാൾ ക്ലിയർ അല്ലല്ലോ. 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പൊ ചോദ്യം ഉണ്ടാവും, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാലോ. അഥവാ 60 ദിവസം, ആ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിട്ടുണ്ടല്ലോ. 173 ദിവസം ഉണ്ടായിക്കണം അല്ലെ. 60 ദിവസം ഉണ്ടായിക്കണല്ലോ. അതിന്റെ ബാക്കിലുള്ളത് എന്നാ 4 വർഷത്തേക്ക് 365 അതും ഉണ്ടാവും അല്ലെ. കാരണം എന്താ, 19 ഏപ്രിൽ 1 പോയിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാൻ പറ്റില്ല. കാരണം എന്താ, മിസ്റ്റർ പാൽ, Indian citizen, left India for first time on 1st April 2019 for joining job. എന്തിനാ, ജോബിന് വേണ്ടി പോയതാണ്. നമ്മളെ കണ്ടീഷന്റെ ഒപ്പം പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി അല്ലെ. ജോബിന് വേണ്ടിയിട്ടോ ഇന്ത്യൻഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ടോ പോയാൽ അവർക്ക് ഈ 60 എന്നുള്ള കാര്യം ബാധകമല്ല. അവർക്ക് എന്തെന്നെ വേണം, 182 days തന്നെ വേണം. 182 ദിവസം തന്നെ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഉണ്ടാവണം അല്ലെ. രണ്ടാമത്തെ കണ്ടീഷൻ അവർക്ക് നോക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഇവരെ നമുക്ക് എന്ത് പറയാം, നോൺ റെസിഡന്റ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ ബേസിക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നെ അഡീഷണലെ പറ്റി ആലോചിക്കുവോ, ഇല്ല. അവിടെ തന്നെ നമ്മൾ നിർത്തിപ്പോണം അല്ലെ. അപ്പൊ അയാൾ നോൺ റെസിഡന്റ് ആയിട്ട് പരിഗണിക്കാം. അടുത്തൊരു ചോദ്യം നോക്കൂ. മിസ്റ്റർ എക്സ്, ഏജ്ഡ് 19 years, 19 വയസ്സുള്ള ആളാണ് എക്സ്. ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ May 31st, 2019. ഇയാളെ മെയ് 2019 മെയ് 31 ഇയാൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് പോവാണ്. ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 എന്ത് ചെയ്യണം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കണം. എന്നാൽ അയാൾ ഇവിടുന്ന് പോകുന്ന മെയ് 31 അല്ലെ. ദെൻ രണ്ട് കണ്ടീഷൻ ചോദിക്കുന്നു. ഒന്ന്, ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്. ഇയാൾ എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയതാണെങ്കിൽ എങ്ങനെയാണ്, ഹി ലെഫ്റ്റ് ഇന്ത്യ ഓൺ വേൾഡ് ടൂർ. വേൾഡ് ടൂറിന്റെ അടിസ്ഥാനത്തിൽ പോയതാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാന്നുള്ളത്. എംപ്ലോയ്മെന്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ എന്ത് വേണം, ഫസ്റ്റത്തെ 182 days എന്ന് പറയുന്ന കണ്ടീഷൻ നിർബന്ധമായിട്ട് വേണം. മറ്റേതാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ഇല്ലല്ലോ, ഇല്ല. നിങ്ങൾ ആ രണ്ട് കേസിലുള്ളതും എങ്ങനെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് തരുന്നത്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ഇതിന്റെ ആൻസർ എഴുതുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. അടുത്തൊരു ചോദ്യം നോക്കൂ. എക്സ് കെയിം ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ July 24, 2015. From July 24, 2015 to December 25, he was in India. Again, he come to India on August 5, 2019 for employment purpose and left India on November 25, 2019 permanently. Determine his residential status for the previous year 2019-20. ചോദ്യം ഇങ്ങനെയാണ്. ഇയാള് എക്സ് എന്ന് പറയുന്ന അയാൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ജൂലൈ 2015 ദെൻ ജൂലൈ 2015 മുതൽ ഡിസംബർ 25, 2016 വരെ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ദെൻ അഗൈൻ ഹി കം ടു ഇന്ത്യ ഓൺ ഓഗസ്റ്റ് 5, 2019 ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്. എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്നു 2019 ഓഗസ്റ്റ് 5. അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെ. ദെൻ അയാൾ നവംബർ 2019 ഇവിടുന്ന് പെർമനന്റ് ആയിട്ട് പോവുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണുക. ഇയാൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും എങ്ങനെ വരുമെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ. അടുത്തൊരു ചോദ്യം. മിസ് മോണിക്ക, എ ഫോറിൻ നാഷണൽ, കംസ് ടു ഇന്ത്യ എവറി ഇയർ ഫോർ 90 days സിൻസ് 2003-04. 2003-04 മുതൽ മിസ് മോണിക്ക എന്ന് പറയുന്ന ഒരു വിദേശി ഇന്ത്യയിൽ സ്ഥിരമായിട്ട് വരുന്നു. 90 ദിവസത്തേക്കാണ് വരാറുള്ളത്. ഡിറ്റർമിൻ ഹെർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. 19-20 അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എത്രയാവും നോക്കുക. വിൽ യു ആൻസർ ഡിഫർ ഇഫ് ഷീ കംസ് ഇന്ത്യ ഫോർ 100 days ഇൻസ്റ്റെഡ് ഓഫ് 90 days എവറി ഇയർ. ഇൻ കേസ് അവര് 90 ദിവസത്തിന് പകരം 100 ദിവസം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസറിൽ വ്യത്യാസം വരിക എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. താങ്ക് യു.